ഹായ് കൂട്ടുകാരെ, ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ക്യാമറ കയ്യിലെടുക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലല്ല, വേറൊരു സ്ഥലത്താണ്. ഒരുപാട് മുഖവരുടെ ഒന്നും ആവശ്യമില്ല. അത് മറ്റെവിടെയല്ല, ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം. ഞാനൊരു പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ പച്ചക്കറികളുടെ ഷേപ്പും കളർഫുള്ളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം തോന്നി. വളരെ ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഇതൊരു കൊച്ചു കടയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അവിടുത്തെ പച്ചക്കറിയുടെയൊക്കെ അവസ്ഥ കണ്ടാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല. ഇവിടുത്തെ സബോളയാണെങ്കിൽ നല്ല വലിപ്പമുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, കിഴങ്ങ് 2 കളറുള്ള കിഴങ്ങാണ്. ചുമപ്പുമുണ്ട്, അതുപോലെ മഞ്ഞയും. അതുപോലെ തക്കാളിയൊക്കെ ഞെട്ട് ഉൾപ്പെടെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇസ്രായേൽ എത്തിച്ചേരുമെന്നത്. ശരിക്കും നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ ഗ്രൂപ്പ് വിസയായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. പക്ഷേ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല. കുറച്ച് സ്ഥലങ്ങൾ കണ്ട് നമുക്ക് മടങ്ങിപ്പോകണം. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച ഒരു ഉപാധി ഇവിടെ ഒരു ജോലി സംഘടിപ്പിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി 2017 തൊട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഒന്നും നടക്കുകയുണ്ടായില്ല. അവസാനം ഞാൻ എൻ്റെ ആഗ്രഹം മാറ്റിവെച്ചു. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ പലപ്പോഴായി പെട്ടെന്ന് നടത്തി തന്നില്ലെങ്കിലും പിന്നീട് അത് ഓർത്തെടുത്ത് നടത്തിത്തരുന്ന ദൈവം എനിക്ക് ഇതും അതുപോലെ ഒരു അവസരം ഒരുക്കി തന്നു. ഏറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ദൈവം അതിനായി എനിക്കൊരു അവസരം ഒരുക്കി തന്നു. ഒരിക്കലും മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നിമിഷത്തിലാണ് ദൈവം ഇങ്ങനെ ഒരു ഓഫർ കൊണ്ട് തരുന്നത്. പക്ഷേ അന്നേരം എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. പക്ഷേ പ്രവൃത്തി ദൈവത്തിൻ്റേതായതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ മൂമെൻറ്റും വളരെ വേഗത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിവുകളൊന്നുമില്ല. പഠിക്കാനുള്ള കഴിവോ അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ലാതിരിക്കെ എല്ലാം ദൈവം നോക്കി എന്നെ ഈ നിമിഷം ഇസ്രായേൽ എന്ന പുണ്യ സ്ഥലത്ത് കാലുകുത്താൻ അനുവദിച്ചു. ഞാൻ ഇന്നലെയാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. വളരെ പ്ലസൻ്റായ മനുഷ്യർ, വളരെ മനോഹരമായ അന്തരീക്ഷം, മാത്രമല്ല എൻ്റെ ഏറെ നാളത്തെ കാത്തിരിപ്പ്, അത് സഫലമായ മുഹൂർത്തം. എന്തു ചെയ്യണം, എങ്ങനെ ഞാൻ സന്തോഷിക്കും എന്നൊന്നും അറിയാതെ ഞാൻ ഒരുപാട് നേരം എയർപോർട്ടിൽ കറങ്ങി നടന്നു. അതിനുശേഷമാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അതിനും ദൈവം എനിക്ക് അവസരം തന്നു. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അങ്ങനെ ഒരു ഈവനിങ് നേരം ഞാൻ ചുമ്മാ നടക്കാനിറങ്ങിയാണ്. വളരെ മനോഹരമായ അന്തരീക്ഷം, മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും നൽകുന്ന അന്തരീക്ഷം. ഞാൻ ചുമ്മാ നടന്നു. ഇവിടെ വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ടിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡും പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ കണ്ട വേറൊരു പ്രത്യേകത സീബ്ര ലൈൻ ക്രോസിംഗ് ആണ് കാൽനട യാത്രക്കാരുടെ. എത്ര തിരക്കിട്ട് വരുന്ന വണ്ടികളാണെങ്കിലും നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടി നിർത്തിത്തരും. ഞാൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനം വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ നാട്ടിലാണെന്ന് ചിന്തിച്ചു പോകും, അറിയാതെ ഓടിപ്പോവും. പക്ഷേ അവർ ക്ഷമയോടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാണുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വാഹനങ്ങൾ കഴിഞ്ഞിട്ട് മനുഷ്യന് സ്ഥാനമുള്ള എന്ന രീതിയിലാണ് വാഹനങ്ങളുടെയൊക്കെ വരവ്. ഇവിടെ എന്ത് അർജൻറ്റ് ഘട്ടത്തിലാണെങ്കിൽ പോലും അവർ നമുക്ക് വേണ്ടി ചവിട്ടിത്തരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ രാത്രിയും സായാഹ്നം ഒക്കെ വളരെ മനോഹരമാണ്. നല്ല ലൈറ്റപ്പ് ചെയ്ത ഒരു പ്രദേശം. ഞാൻ ശരിക്കും നിൽക്കുന്നത് ടെൽ അവീവ് എന്ന സ്ഥലത്താണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഒരു സിറ്റിയാണിത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ സൈക്കിൾ പോലത്തെ വാഹനമാണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടത്.
എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നു. എവിടെ തിരിഞ്ഞാലും അതാണ് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിളും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കലും എനിക്കിത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാറായിട്ടില്ല ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. എല്ലാവർക്കും അത്ഭുതമായി. എല്ലാവരുടെ മുൻപിൽ ദൈവം എന്നെ ഉയർത്തിയ നിമിഷം. ശരിക്കും ഇവിടെയാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ കഴിയുന്നത്. എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഞാൻ മാറ്റിക്കളഞ്ഞ ആഗ്രഹം, ദൈവം ഒരിക്കലും അത് മറന്നു കളഞ്ഞില്ല, എന്നെ കൈവിട്ടില്ല. ദൈവം അത് സ്വന്തം ആഗ്രഹമായി തന്നെ സൂക്ഷിച്ചു വെച്ചു, എനിക്ക് അവസരം ഒരുക്കി തന്നു. എനിക്ക് ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഇസ്രായേൽ മുഴുവൻ ചുറ്റി നടന്ന് കാണണം. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ഞാൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങിയതാണ്. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അവർക്ക് പേടിയായിരുന്നു എനിക്ക് വഴിതെറ്റിപ്പോകുമെന്നുള്ളത്. പക്ഷേ എനിക്കൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലിരിക്കും. അതുകൊണ്ട് വഴിതെറ്റാറില്ല എനിക്ക്. ഞാൻ അവരോടത് പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചിട്ടുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. നേരം സന്ധ്യയായി. വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ആംബിയൻസ്. ഈ ഏരിയ കറുത്തവർഗ്ഗക്കാർ കൂടുതലായിട്ട് കാണുന്നൊരു ഏരിയയാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്ക് കുറച്ച് ഭയമുള്ളൊരു ഏരിയയാണ്. അവർ കൂടുതലും അവരെ ഭയക്കുന്നത് കാരണം അവർ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കാൻ അവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. പ്രശ്നങ്ങളെ നേരിടും, പക്ഷേ പ്രശ്നങ്ങളിലേക്ക് അവർ തലവെച്ച് കൊടുക്കാറില്ല. അങ്ങനെ വീണ്ടും ഒരു വീഡിയോയ്ക്ക് വേണ്ടി